ഉതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടും. ൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കണമേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. എന്റെ സഹോദരി എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃത്യമാണെങ്കിൽ ക്രിസ്തു നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരെ നിർമ്മിച്ചവരുടെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവർ നിങ്ങളുടെ കൃത്യശരീരത്തിനും നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിനോട് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ വിഘടിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. സംസ്കരിക്കപ്പെട്ട 4 ദിവസമായിരുന്നു ഈശോയുടെ ബെഥാനിയ ജെറൂസലേമിൽ ദൈവത്തിന്റെ 12 സ്ഥാനത്തായിരുന്നു. അനേക യഹൂദർ മർത്തായും മറിയത്തിയുടെ സഹോദരനെ ആശ്വസിപ്പിക്കുവാൻ വന്നു. ഈശോ വരുന്നതെന്ന് കേട്ടപ്പോൾ മർത്ത
വർദ്ധിക്കുന്നതും ദൈവം നൽകുന്ന ധനമെന്ന് എനിക്കറിയാം. ഈശോ പറഞ്ഞു, എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേറ്റ്. പത്ത് പറഞ്ഞു, അന്ത്യദിനത്തിന് പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് എനിക്കറിയാം. ഈശോയോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാതിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Even
ഇത് ഇങ്ങോട്ട് നിൽക്കണം, വെയിൽ കൊണ്ടോട്ടോ നമ്മൾ ഇവിടെ കച്ചന്മാർ ചേട്ടനെ കണ്ടോ? ഇത് ഇങ്ങോട്ട് നിൽക്കണം, വെയിൽ കൊണ്ടോട്ടോ നമ്മൾ ഇവിടെ കച്ചന്മാർ പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ
മഹിമാവൊഴുകും മണവരീങ്ങളിൽ ചേർക്കണമീശോ. മിന്നി വിളങ്ങും പതനമുണരാൻ വരവരുളേണം. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവെ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? കർത്താവെ, ഞാൻ ശരണപ്പെടുന്നു. പുലരിയാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രകാശവും പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ വെറുക്കുന്നവരും കടന്നവരുമായ കർത്താവേ, ഇവരുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ആത്മാക്കൾക്ക് നിത്യ മഹത്വം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമൃതം പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവശക്തനായ ദൈവമേ, ലോകത്തിലങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലങ്ങ് സജ്ജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും അഗ്നിയുമാകുന്നു. ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പരിശുദ്ധമാരുടെ നിത്യവസതിയിലേക്ക് സ്വീകരിക്കുമാറാകണമേ. ഇവരുടെ മരണവാർഷികമാചരിക്കുന്ന ഇളവരായി ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ചുപോയ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ. നിഷ്കളങ്കനായ ആബേലിന്റെയും പുണ്യചരിതനായ നോഹിന്റെയും അങ്ങ് വിശ്വാസർപ്പിച്ച ബലാകത്തിന് വലിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ കാഴ്ചകളെന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മരിച്ചുപോയ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം.
അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരിനീരാ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരിനീരാ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരിനീരാ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ